എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് അമ്മയുടെ അടുത്ത് പറയണത്, അമ്മ എനിക്കൊരു ഓർഡർ കിട്ടി. അന്ന് ഇതുവരെ ഫാമിലിയിൽ ആ ഒരു ബിസിനസ് ചെയ്തിട്ടില്ല, അപ്പൊ അതൊരു എക്സൈറ്റിംഗ് മൊമെന്റ് ആണ്. ആദ്യത്തെ ഒരു ഓർഡർ കിട്ടി, ഇങ്ങനെ എനിക്ക് ഇത്ര രൂപ പേയ്മെന്റ്. മാത്രമല്ല നമ്മളൊരു വേസ്റ്റ് സാധനം വെച്ചിട്ടാണ് ശരിക്കും ചെയ്യുന്നത്. അതെ 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 അതെ. ഏറ്റവും കൂടുതൽ പൈസ എവിടെയാണെന്നോ അല്ലെങ്കിൽ നാട്ടുകാരെന്താ പറയണെന്ന് കേട്ടിട്ടോ ഒരു ഫീൽഡിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് സക്സസ് വരണമെന്ന് നിർബന്ധമില്ല. എന്താണ് നമ്മുടെ ഇൻട്രസ്റ്റ് എന്നുള്ളത് ആദ്യം ഐഡന്റിഫൈ ചെയ്യുക. അത് സ്കെയിൽ ചെയ്യണമെന്ന് യാതൊരു നിർബന്ധമില്ല. ചെറിയ രീതിയിലായാലും മതി, അത് ഭംഗിയായിട്ട് കൊണ്ടുപോകാലോ. ബാംഗ്ലൂരിൽ നിന്ന് അവർ പറഞ്ഞു ഇത് കുഴപ്പമില്ല, പ്രൊഡക്റ്റ് നന്നായിട്ടുണ്ട്, എത്രയാ റേറ്റ് എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ ഫോണിലാണ്, അപ്പൊ അങ്ങനെ റേറ്റ് അറിയാവുന്ന വീട്ടിൽ ചിരട്ട എടുത്തിട്ടാണല്ലോ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പൊ ഒരു ഐഡിയയിലൊരു 60 രൂപ എന്ന് പറഞ്ഞു. അപ്പൊ അവര് സമ്മതിക്കുകയും ചെയ്തു. അപ്പൊ ഞാൻ ചോദിച്ചത് കുഴപ്പമില്ലല്ലോ, അപ്പൊ 60, അപ്പൊ 100 പീസ് കുഴപ്പമില്ല, അപ്പൊ 6000 രൂപ. ബ്രാൻഡ് സ്റ്റോറീസ് പോഡ്കാസ്റ്റിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. നമുക്ക് ദേഷ്യം വരുമ്പോൾ നമ്മൾ പറയുന്ന വാക്കാണ് തേങ്ങാക്കൊല എന്ന്, അല്ലേ? ബേസിക്കലി തൃശ്ശൂർക്കാരാണ് ഏറ്റവും കൂടുതൽ പറയുന്നത്. പക്ഷേ ആ തേങ്ങാക്കൊല എന്ന് പറയുന്ന ആ വേർഡിൽ നിന്ന് തേങ്ങ എടുത്ത് അതിൻ്റെ ചിരട്ട എടുത്ത് ഇന്ന് ഏകദേശം 42 രാജ്യങ്ങളിലേക്ക് അയച്ചുകൊണ്ടിരിക്കുന്ന ഒരു കമ്പനിയുടെ അല്ലെങ്കിൽ ഒരു സംരംഭകയാണ് നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത്. മരിയ കുര്യാക്കോസ്. അദ്ദേഹത്തെ ഈ പ്രോഗ്രാമിലേക്ക് നമുക്ക് സ്വാഗതം ചെയ്യാം. വെൽക്കം. താങ്ക് യു. ആദ്യം തന്നെ നമ്മൾ ഈ ഇൻ്റർവ്യൂവിലേക്ക് കടക്കുന്നതിന് മുൻപ്, തേങ്ങയിലേക്ക് കടക്കുന്നതിന് മുമ്പ് എന്താണ് ചെയ്തിരുന്നത്, എന്ത് പ്രൊഫഷനാണ് ചെയ്തിരുന്നത്? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അൺഎക്സ്പെക്റ്റഡ് ഈ ഒരു പ്രൊഫഷനിലേക്ക് വന്നത്, അല്ലേ? അപ്പോൾ അതിന് മുൻപ് എന്താണ് ചെയ്തിരുന്നത്? ഞാനെൻ്റെ 12th വരെ തൃശ്ശൂരായിരുന്നു. അത് കഴിഞ്ഞ് ഗ്രാജുവേഷന് എക്കണോമിക്സ് ഒരു ഇൻട്രസ്റ്റഡ് സബ്ജക്റ്റ് ആണെന്ന് തോന്നി. അതിൽ ഇന്ത്യയിൽ ഏറ്റവും നല്ല ഇൻസ്റ്റിറ്റ്യൂട്ട് ഏതാണ്, അങ്ങനെ സെൻറ്റ് സേവിയേഴ്സ് മുംബൈയിലാണ് BA എക്കണോമിക്സ് കംപ്ലീറ്റ് ചെയ്തത്. അവിടെ ഒരു സ്കോളർഷിപ്പ് പ്രോഗ്രാം ഉണ്ടായിരുന്നു, MBAക്ക് സ്പെയിനിലേക്ക് കുറച്ച് സ്റ്റുഡൻസിനെ സെലക്ട് ചെയ്യുന്നുണ്ടെന്നുള്ളത്. അപ്പോൾ അങ്ങനെ അതിൽ അപ്ലൈ ചെയ്തു. അതിൽ സെലക്ഷൻ കിട്ടിയിട്ട് ഞാൻ പിന്നെ സ്പെയിനിൽ എൻ്റെ MBA കംപ്ലീറ്റ് ചെയ്തു. അത് കഴിഞ്ഞ് ക്യാമ്പസ് പ്ലേസ്മെൻറ്റ്സിന് ഇരുന്നപ്പോഴാണ് എനിക്ക് എയോൺ കൺസൾട്ടിങ് എന്ന് പറഞ്ഞിട്ട് ഒരു MNC, മുംബൈയിലുള്ള ഒരു MNC, അവിടെ ഒരു കൺസൾട്ടൻ്റ് ആയിട്ടാണ് എൻ്റെ ഒരു ഫസ്റ്റ് ജോബ്. എപ്പോഴും ബിസിനസ് മനസ്സിലുണ്ടായിരുന്നു, പക്ഷെ ഒരിക്കലും അത്രയൊരു യങ് ഗേളിനെ എങ്ങനെ ബിസിനസ് തുടങ്ങണം, അതിലേക്ക് കടക്കും എന്നുള്ളൊരു ഐഡിയ ഇല്ലല്ലോ. അതുകൊണ്ട് യൂഷ്വൽ പാത്ത് എന്താണോ, ഗ്രാജുവേഷൻ, മാസ്റ്റേഴ്സ്, ജോബ്, ആ ഒരു പാത്ത് തന്നെ ഫോളോ ചെയ്യുമായിരുന്നു. അങ്ങനെ കൺസൾട്ടിങ്ങിൽ ഒരു 2 years വർക്ക് ചെയ്തു. അപ്പോഴേക്കും ഈ ഒരു സ്റ്റാർട്ടപ്പ് സ്പേസിലായിരിക്കണം, ഒരു കോർപ്പറേറ്റ് ജോബ് വേണ്ട എന്നുള്ളൊരു ആഗ്രഹത്തിൽ ഞാൻ മുംബൈയിൽ തന്നെ ഒരു സോഷ്യൽ എൻ്റർപ്രൈസിൽ ജോയിൻ ചെയ്തു. എനിക്ക് സ്റ്റാർട്ടപ്പ് ആവുമ്പോഴും ഒരു സോഷ്യൽ ഇമ്പാക്റ്റ് ആസ്പെക്റ്റ് ഉണ്ടാവണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അന്ന് കാലത്താണ് ഞാൻ സോഷ്യൽ എൻ്റർപ്രൈസ് എന്നുള്ളൊരു ടേം ആദ്യമായിട്ട് കേൾക്കുന്നത്. അതായത് ഹൗ കെൻ യു ക്രിയേറ്റ് സോഷ്യൽ ഇമ്പാക്റ്റ് ത്രൂ എ ബിസിനസ്. അപ്പോൾ എനിക്ക് കോളേജിൽ പഠിക്കുമ്പോൾ തന്നെ സോഷ്യൽ വർക്കും കാര്യങ്ങളൊക്കെ ഇഷ്ടമായിരുന്നു. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് പറയുമായിരുന്നു, എന്തുകൊണ്ട് ഇങ്ങനെ NGOയിലൊക്കെ പോയി ജോലി ചെയ്തുകൂടാ. അത് എനിക്കറിയാം, NGO അല്ല എൻ്റെ സ്പേസ് എന്ന് എനിക്കറിയാം, പക്ഷെ ബിസിനസ്സും ഇതും കൂടി എങ്ങനെ ക്ലബ് ചെയ്യണമെന്നും അന്ന് അറിയണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ വർക്ക് ചെയ്ത് തുടങ്ങിയപ്പോൾ ഈ ഒരു കോൺസെപ്റ്റ് കേട്ടത്, സോഷ്യൽ എൻ്റർപ്രൈസ്, ഹൗ ടു ക്രിയേറ്റ് സോഷ്യൽ ഇമ്പാക്ട് ഓർ സോൾവ് സൊസൈറ്റൽ പ്രോബ്ലംസ് ത്രൂ എ ബിസിനസ്. അങ്ങനെ ഞാൻ അങ്ങനത്തെ ഒരു ബിസിനസ് കണ്ടുപിടിച്ചു, മൈന മഹിള ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞിട്ട്. അവർ മുംബൈയിലത്തെ സ്ലംസിലത്തെ വിമനെ എംപ്ലോയ് ചെയ്ത് സാനിറ്ററി നാപ്കിൻസിന്റെ പ്രൊഡക്ഷൻ ചെയ്തിരുന്നു. അതിൻ്റെ ത്രൂ അതിൻ്റെ ഒരു ടബു കുറയ്ക്കാനും അതിനെ പറ്റിയിട്ടുള്ള ഒരു അവയർനെസ് ക്രിയേഷൻ ചെയ്യാനും. അപ്പോൾ എൻ്റെ ഒരു റോൾ അവിടുത്തെ ഒരു ഓപ്പറേഷൻസ് മാനേജർ ആയിരുന്നു. അപ്പോൾ ഒരു ടീം ഓഫ് 12 വിമൻ ഉണ്ടായിരുന്നു ആ മുംബൈ സ്ലംസിൽ. നമ്മൾ പാഡ്സ് പ്രൊഡക്ഷൻ ചെയ്യും, അതിൻ്റെ സെയിൽസ്, മാർക്കറ്റിംഗ്, അവയർനെസ് ഇനിഷ്യേറ്റീവ്സ്, അങ്ങനെ ആ ഒരു വർക്കിൽ ഞാനൊരു 2 years ഇൻവോൾവ് ആയിരുന്നു. അത് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് എപ്പോഴുള്ള ആഗ്രഹമാണ്, അതെ, എപ്പോഴുള്ള ആഗ്രഹമാണ് നാട്ടിലേക്ക് തിരിച്ചു വരണം, ഇവിടുത്തെ ഏതെങ്കിലും ഒരു അഗ്രികൾച്ചറൽ പ്രൊഡക്റ്റ് ഫോക്കസ് ചെയ്ത് അതിന് നല്ല രീതിയിൽ ബ്രാൻഡ് ചെയ്ത്. കാരണം ഇവിടുത്തെ ഒരു അഗ്രികൾച്ചറൽ പ്രൊഡക്ട്സും അതിൻ്റെ വാല്യൂവും, ഇപ്പോൾ ഒരു കോക്കനട്ട് എന്നൊക്കെ ഉള്ളത് ഒരു സൂപ്പർ ഫുഡാണ്. അപ്പോൾ യൂറോപ്യൻസ് ഒക്കെ അത് വളരെയധികം വാല്യൂ ചെയ്യണ ഒരു നട്ടും ഫ്രൂട്ടും ഒക്കെയാണ്. അപ്പോൾ അതിനെങ്ങനെ നമുക്ക് ഈ വെളിച്ചെണ്ണ ഉണ്ടാക്കി ഒരു ബേസ് റേറ്റിൽ കൊടുക്കുന്നതിനേക്കാളും ഉപരി അതിനൊന്ന് ബ്രാൻഡ് ചെയ്ത് നല്ല വാല്യൂ ആഡ് ചെയ്ത് ഫാമേഴ്സിനായാലും നമ്മുടെ ആർട്ടിസൻസിനായാലും ഒരു ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റുക എന്നുള്ളൊരു ആശയത്തിലായിരുന്നു ഞാൻ തിരിച്ചു വന്നത്.
ഞാൻ ബോംബെയിൽ വർക്ക് ചെയ്യുമ്പോൾ തന്നെ കുറച്ച് പ്രോഡക്ട്സ് ഇവിടെ നിന്ന് കൊണ്ടുപോയിരുന്നു. എന്തോ എനിക്ക് കോക്കനട്ടിനോട് ഒരു ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. ഞാൻ റൈസ് പ്രോഡക്ട്സും അങ്ങനെ കുറച്ച് സൈഡിൽ റിസർച്ച് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ എന്നാലും കോക്കനട്ടിനോടായിരുന്നു കൂടുതൽ ഇൻട്രസ്റ്റ്. ഫാമിലി ബിസിനസ്സുകാരാണോ ശരിക്കും? അല്ല, എൻ്റെ ഫാദർ എഞ്ചിനീയർ ആണ്, അതുപോലെ ചേച്ചി ആർക്കിടെക്ട് ആണ്, എൻ്റെ ചേട്ടൻ എഞ്ചിനീയർ. എല്ലാവരും പ്രൊഫഷണൽസ് ആണ്, വർക്കിംഗ് പ്രൊഫഷണൽസ് ആണ്. നമ്മൾ മാത്രമാണ് ഡിഫറെന്റ് ആയിട്ട്. അതെ. എനിക്ക് എപ്പോഴും ബിസിനസ്സിനോടൊരു താല്പര്യം ഉണ്ടായിരുന്നു. തേങ്ങ കൊക്കോയിലേക്ക് എത്രയ്ക്ക് മുന്നുള്ള എന്തെല്ലാം ബിസിനസ്സുകൾ ചെയ്തിട്ടുണ്ട് ശരിക്കും? ഞാൻ അങ്ങനെ ബിസിനസ്സുകളായിട്ട് ഫുൾ ഫ്ലെഡ്ജ്ഡ് ചെയ്തിട്ടില്ല, പക്ഷെ ഓൺ ദ സൈഡ് കുറെ കാര്യങ്ങൾ ട്രൈ ചെയ്യുമായിരുന്നു, പരീക്ഷണങ്ങൾ നടത്താറുണ്ട്. അതായത് ഈ തേങ്ങാക്കൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ എൻ്റെ ഫാദറിൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു, ഇങ്ങനെ ബിസിനസ് തുടങ്ങണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ എന്ത് പ്രോഡക്റ്റ് എന്നുള്ളത് വന്നപ്പോൾ മാർക്കറ്റ് സ്റ്റഡി നടത്തണം എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു. കാരണം വെറുതെ ഒരു പ്രോഡക്റ്റ് മാർക്കറ്റ് ചെയ്തിട്ട് കാര്യം ഒരു ഡിമാൻഡ് ഉണ്ടോ എന്നുള്ളത് അറിയണം. അപ്പോൾ കോക്കനട്ട് പ്രോഡക്ട്സ് ഞാൻ ഇവിടെ ആലപ്പുഴയിൽ നിന്ന് കുറച്ച് കൊയറിൻ്റെ പ്രോഡക്ട്സ് ഒക്കെ എടുത്ത് വെക്കേഷന് വരുമ്പം ലീവ് ഉണ്ടാവുമല്ലോ മുംബൈയിൽ, അപ്പോൾ തിരിച്ചു പോകുമ്പോൾ ഈ പ്രൊഡക്ട്സ് ഒക്കെ ആയിട്ടാണ് പോവാ. അപ്പോൾ എങ്ങനെയാ അത് മാനേജ് ചെയ്തിരുന്നതെന്ന് ചോദിച്ചാൽ സാറ്റർഡേസ് ഓഫ് ഉണ്ടാവും. അപ്പോൾ സാറ്റർഡേസ് ഈ പ്രൊഡക്റ്റുകളൊക്കെ ആയിട്ട് എടുത്ത് ഇറങ്ങും ഓരോ നഴ്സറീസിൽ, ഈ കൊയറിന്റെ ചട്ടികൾക്കൊക്കെ എന്തൊക്കെ ഡിമാൻഡ്. അതെ. പിന്നെ കോക്കനട്ട് വാട്ടറാണ് പിന്നെ നോക്കിയിരുന്നത്. അതിന് പിന്നെ നാട്ടിലല്ലാത്ത കാരണം ആരെയും നമുക്ക് അറിയില്ലല്ലോ, നമ്മൾ നടന്ന് സെയിൽസ് നടത്തിയാലൊന്നും ആരും വീട്ടിൽ പോയി പറയില്ല. ഈ കൊയറിന്റെ ഇത് മുംബൈയിൽ കൊണ്ടുപോകുമ്പോൾ അവരുടെ റെസ്പോൺസ് എന്താണ്? വലിയ റെസ്പോൺസ് ഉണ്ടായില്ല. കാരണം എന്താ വെച്ചാൽ ആ പ്രൊഡക്റ്റ് അത്യാവശ്യം അവൈലബിൾ ആയി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ആലപ്പുഴയിൽ നിന്ന് കൊണ്ടുപോകുമ്പോൾ അതിലും കുറവായിട്ട് പൊള്ളാച്ചി എന്നൊക്കെ അവർക്ക് റേറ്റുകൾ കിട്ടുന്നുണ്ടായിരുന്നു. അപ്പോൾ ഒരു സ്ട്രോങ് കോമ്പറ്റീഷൻ ഉണ്ട്, ഓൾറെഡി എക്സിസ്റ്റിംഗ് ഒരു പ്രോഡക്റ്റ് ആണെന്ന് തോന്നിയതുകൊണ്ടാണ് ഞാൻ ബാക്ക് ഓഫ്. അതിനുള്ളൊരു സ്പേസ്, ഞാൻ നിൽക്കേണ്ട ഒരു സ്പേസ് ഉണ്ടായിരുന്നില്ല. പിന്നെ അതുപോലെ ഞാൻ കോക്കനട്ട് വാട്ടറിന് എന്താ ചെയ്തിരുന്നത് വെച്ച് കഴിഞ്ഞാൽ സൂപ്പർ മാർക്കറ്റ്സിൽ പോകും. അവിടെ കുറച്ച് പ്രോമിനന്റ് ബ്രാൻഡ്സ് ഉണ്ട് ബോംബെയിൽ കോക്കനട്ട് വാട്ടറിൻ്റെ. അപ്പോൾ അവരുടെ അടുത്ത് പറഞ്ഞു ഞാൻ ഇങ്ങനെ എനിക്കൊരു ഇന്റേൺ ആയിട്ട് വർക്ക് ചെയ്യാനാണ് എന്ന് പറയും. എന്നിട്ട് അവിടെ ഈ സൂപ്പർ മാർക്കറ്റിൽ സാമ്പിൾ ചെയ്യാൻ കൊടുക്കാനായിട്ട് കുറച്ച് ഇങ്ങനെ ലേഡീസ് നിൽക്കും, അവരുടെ ഒരു ക്യാപ്പൊക്കെ ഇട്ട് സാമ്പിൾ ചെയ്യാൻ കൊടുക്കും. അപ്പോൾ ഞാൻ വിളിച്ചു ഞാൻ അവരുടെ കൂടെ നിന്നോട്ടെ. അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സൂപ്പർ മാർക്കറ്റ്സിൽ നിന്ന് ആൾക്കാർക്ക് ഈ കോക്കനട്ട് വാട്ടർ ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കും. അതൊക്കെ ഞാൻ ചെയ്തിരുന്നു. പിന്നെ അത് ബോംബെയിലായ കാരണം പ്രശ്നമില്ല, ഒരു ബുദ്ധിമുട്ടാണ്. കാരണം സൊസൈറ്റിയിൽ ആ ഒരു ടെബു ഉണ്ട്, നമുക്ക് ഇങ്ങനെ വന്ന് ഒരു സൂപ്പർ മാർക്കറ്റിൽ നിന്ന് ചെയ്യാന്നൊക്കെ ഉള്ളത്. പിന്നെ അന്ന് എന്തിനും ഒരു സ്ട്രോങ് കോൺഫിഡൻസും ധൈര്യം എല്ലാത്തിലും അന്നും ഉണ്ടായിരുന്നു. അപ്പൊ എന്തും ഫേസ് ചെയ്യാനുള്ളൊരു എന്താ പറയാ ഇന്റേണൽ സ്ട്രെങ്ത് ഉണ്ടായിരുന്നു, എന്ത് ഇഷ്യൂസ് വന്നാലും. അപ്പൊ ഇവിടെയും ഞാൻ ഇന്റേൺ ആന്ന് പറഞ്ഞിട്ട് പോയെങ്കിൽ ഞാൻ ഇന്റേൺ ആയിരുന്നില്ല. ഞാനൊരു ഈ ഒരു ഫീൽഡിൽ ബിസിനസ് പോസിബിലിറ്റി ഉണ്ടോ എന്നുള്ളത് അറിയാനായിട്ടായിരുന്നു ഞാൻ പോയത്. അപ്പോഴും ഞാൻ കണ്ടൊരു കാര്യം, ഞാൻ സാമ്പിൾ ചെയ്യാൻ ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കുമ്പം 10 ഒരു ആളൊക്കെയാണ് കുഴപ്പമില്ലാത്തൊരു റെസ്പോൺസ് ചെയ്യണത്. കുറേ പേര് ഇല്ല എനിക്ക് നാച്ചുറൽ വാട്ടർ തന്നെ മതി. പിന്നെ നോക്കുമ്പം നല്ല കോമ്പറ്റീഷൻ ഉണ്ട്. റോ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ബ്രാൻഡ് ഉണ്ട്, പെപ്സിക്കോ, അങ്ങനെ കുറേ ബ്രാൻഡുകൾ തന്നെ അവരുടെ തന്നെ കോക്കനട്ട് വാട്ടേഴ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു ബിസിനസ്സിലേക്ക് കടക്കുമ്പം ഫസ്റ്റ്ലി എൻ്റെ കയ്യിൽ ഫണ്ടില്ല, സെക്കൻഡ്ലി എനിക്ക് പ്രയർ ബിസിനസ് എക്സ്പീരിയൻസ് ഇല്ല. അപ്പോൾ ഈ ജയൻസിന്റെ കൂടെ ഞാൻ നിന്നിട്ട് ഒരു കാര്യമില്ല എന്നുള്ളത് എനിക്ക് മനസ്സിലായി. അതെ, എനിക്ക് ഇൻട്രസ്റ്റ് ഉള്ള ഫീൽഡൊക്കെ തന്നെയാണ്, പക്ഷെ നമ്മൾ പ്രാക്ടിക്കൽ റിയാലിറ്റി കൂടി അറിയണമല്ലോ, നമ്മുടെ കയ്യിൽ ഫണ്ടും ഇതൊന്നും ഇല്ല എന്നുള്ളത്. അതുകൊണ്ട് അത് ഡ്രോപ്പ് ചെയ്തു. എന്നിട്ട് ഞാൻ നാട്ടിൽ വന്നു. പിന്നെ പാളയുടെ കുറച്ച് പ്രോഡക്ട്സ് നോക്കി, അതിൻ്റെ സ്റ്റഡി എന്താണ്. പിന്നെ ഇങ്ങനെ വീട്ടിൽ ഞാൻ കോക്കനട്ട് പ്രോസസ്സിങ് യൂണിറ്റ്സ് വിസിറ്റ് ചെയ്തു. അതിനെ പറ്റിയൊക്കെ ഒന്ന് അറിയാനും പഠിക്കാനും, എവിടെയാണ് എന്താ നമുക്ക് ഐഡിയ തോന്നാന്ന് അറിയില്ലല്ലോ. അങ്ങനെ കോക്കനട്ട് ഓയിൽ യൂണിറ്റിൽ പോയപ്പോൾ ഞാൻ കണ്ടത് ഓയിൽ എടുക്കുന്നുണ്ട്, ബാക്കിയെല്ലാം വേസ്റ്റ് ആവുകയാണ്. അതുപോലെ വാട്ടർ യൂണിറ്റിൽ പോകുമ്പോഴും വാട്ടർ എടുക്കുന്നുണ്ട്, അപ്പോൾ പൾപ്പ് വേസ്റ്റ് ആയി. അപ്പോൾ പൾപ്പ് ചിലപ്പോൾ ഐസ്ക്രീം കമ്പനീസ് കൊണ്ടുപോകും എന്ന് പറഞ്ഞു, അല്ലെങ്കിൽ അത് വേസ്റ്റ് ആയി. അപ്പോൾ അപ്പോഴാണ് എനിക്കൊരു ഇത് തോന്നിയത്, നമ്മളെപ്പോഴും തെങ്ങിനെ കൽപ്പവൃക്ഷം എന്ന് പറഞ്ഞ് എന്തുകൊണ്ട് ഇത്രയും ഭാഗങ്ങൾ വേസ്റ്റായി പോകണു. അപ്പോൾ ഈ വേസ്റ്റ് വെച്ച് എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റിയാൽ എനിക്കൊരു ബിസിനസ് ഓപ്പർച്യൂണിറ്റിയാണ്. കാരണം എനിക്ക് ഒരു ഫുൾ റോ മെറ്റീരിയൽ ആയിട്ട് എടുക്കുമ്പോൾ ഒരു തേങ്ങയിൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. എനിക്ക് ആ വേസ്റ്റ് മാത്രം ഈ യൂണിറ്റുകളിൽ നിന്ന് കളക്ട് ചെയ്താൽ മാത്രം മതി. അപ്പോൾ എനിക്ക് മനസ്സിലായി എന്തൊരു കമേഴ്ഷ്യൽ അവൈലബിൾ ആയിട്ടുള്ള പ്രോഡക്റ്റ് എനിക്ക് വേണ്ട, ഈ വേസ്റ്റിനെ ഞാൻ ഫോക്കസ് ചെയ്തിട്ട് എന്ത് പ്രോഡക്ട്സ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം എന്നുള്ളൊരു ഐഡിയയിലേക്ക് എത്തി. അതെ, എന്നിട്ട് ഞാൻ ഇങ്ങനെ വീട്ടിൽ ചിരട്ട വെച്ച് കുറച്ച് സാധനങ്ങളൊക്കെ ഒരു ബൗളൊക്കെ ഉണ്ടാക്കി. ആ ബൗൾ ഉണ്ടാക്കിയിട്ട് ഞാൻ ചെയ്തത് ഈ ലേസർ എൻഗ്രേവിംഗ് എന്ന് പറഞ്ഞാൽ വുഡിലൊക്കെ എൻഗ്രേവ് ചെയ്യില്ലേ, അതുപോലെ ഈ ചിരട്ടയിൽ കുറച്ച് ബാംഗ്ലൂർത്തെയും ഡൽഹിയിലത്തെ ഒക്കെ നല്ല കമ്പനീസിന്റെ പേരുകളൊക്കെ എൻഗ്രേവ് ചെയ്ത് അവർക്കൊക്കെ സാമ്പിൾസ് കൊറിയർ ചെയ്തു.
അപ്പോഴാണ് എനിക്ക് ആദ്യത്തെ ഒരു ഓർഡർ ബാംഗ്ലൂരിൽ നിന്ന് വരണതും. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് അമ്മയുടെ അടുത്ത് പറയണത്, അമ്മ എനിക്കൊരു ഓർഡർ കിട്ടി. അന്ന് ഇതുവരെ ഫാമിലിയിൽ ആ ഒരു ബിസിനസ് ചെയ്തിട്ടില്ല, അപ്പോൾ അതൊരു എക്സൈറ്റിംഗ് മൊമെന്റ് ആണ്. ആദ്യത്തെ ഒരു ഓർഡർ കിട്ടി, ഇങ്ങനെ എനിക്ക് ഇത്ര രൂപ പേയ്മെന്റ്. അത് മാത്രമല്ല, നമ്മളൊരു വേസ്റ്റ് സാധനം വെച്ചിട്ടാണ് ശരിക്കും ഇത് ചെയ്യുന്നത്. അതെ 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 അതെ. അല്ലാതെ നമ്മളൊരു വലിയ ഇൻവെസ്റ്റ്മെന്റ് ഇല്ല. അന്ന് എനിക്ക് ഓർഡർ കിട്ടുമ്പോൾ ഞാൻ കുറച്ച് സാമ്പിൾസ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. ഒരു 8-10 സാമ്പിൾസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അന്ന് ചെയ്ത അന്നൊന്നുമില്ല, ഈ ചിരട്ട എടുക്കും, ആക്സോ ബ്ലേഡ് വെച്ച് കട്ട് ചെയ്യും, എന്നിട്ട് നല്ലപോലെ കൈ കൊണ്ടിരുന്ന് സാൻഡ് പേപ്പറിൽ സാൻഡ് ചെയ്ത് ഓയിലിട്ട്, അതിൽ കെമിക്കൽ പോളിഷസ് ഒന്നും യൂസ് ചെയ്തിട്ടില്ല. കോക്കനട്ട് ഓയിൽ വെച്ചിട്ട് തന്നെ വൈപ്പ് ചെയ്ത് ഒരു ഡാർക്ക് ബ്രൗൺ കളർ ആക്കിയിട്ട്. പിന്നെ അങ്ങനത്തെ കമ്പനീസിന് അതും മതി. അവരും സസ്റ്റൈനബിൾ ആവാൻ നോക്കണ ഒരു കമ്പനീസാണ്. എന്തിനായിരിക്കും വാങ്ങുന്നത്? അവര് ഞാൻ കൊടുത്തിരുന്ന രണ്ടുപേരും, ഒന്നൊരു കാഫേ ആയിരുന്നു, ഒരു സസ്റ്റൈനബിൾ കാഫേ ആയിരുന്നു. അവര് ഭക്ഷണം സെർവ് ചെയ്യാനായിട്ടാണ്. രണ്ടാമത്തെ ഒരു ബിസിനസ് ഒരു ഈക്കോ ഫ്രണ്ട്ലി വെബ്സൈറ്റ് ആയിരുന്നു. അവര് നമ്മുടെ കയ്യിൽ നിന്ന് പ്രൊഡക്റ്റ് എടുത്തിട്ട് അവരുടെ പേരിൽ എൻഗ്രേവ് ചെയ്ത് റീസെൽ ചെയ്യും. അങ്ങനെയാണ് ആ രണ്ട് എനിക്ക് ബാംഗ്ലൂരിൽ നിന്നും ഡൽഹിയിലത്തെയും ആ ഒരു ഫസ്റ്റ് ഓർഡർ കിട്ടിയത്. ഓർഡർ കിട്ടുമ്പോൾ വളരെയധികം സന്തോഷവും അഭിമാനവും ഒക്കെ തോന്നി. പക്ഷെ അത് ഡെലിവറി ചെയ്യേണ്ട സമയം വന്നപ്പോഴാണ് അതിൻ്റെ ഒരു ചാലഞ്ച് എനിക്ക് മനസ്സിലായത്. കാരണം നമുക്കൊരു 100 പീസസിൻ്റെ ഒക്കെ ഓർഡർ വരുമ്പോൾ നമുക്കൊരു 10 എണ്ണം ഒരേപോലെ ഉണ്ടാക്കണ പോലെയല്ല. കാരണം അവരൊരു ഓർഡർ തരുവാണെങ്കിൽ 350 ml അല്ലെങ്കിൽ 500 ml അങ്ങനെ ഒരു കപ്പാസിറ്റി സ്പെസിഫിക്കേഷൻ പറയും. അതെല്ലാം നമ്മുടെ തേങ്ങകൾ നമുക്കറിയാലോ, ഒന്നും ഒരേപോലെ കിട്ടില്ല. അതെ, അപ്പോൾ എനിക്ക് ഒന്ന് നീളത്തിലും ഒന്ന് റൗണ്ടായിട്ടും ഒന്ന് ചെരിഞ്ഞിട്ടും ഒന്നും കൊടുക്കാൻ പറ്റില്ല. എല്ലാം ഒരേപോലത്തെ സൈസായിരിക്കണം. അപ്പോഴാണ് 100 എണ്ണം ഒരേപോലത്തെ കിട്ടണമെങ്കിൽ ഞാൻ നമുക്ക് അറിയണ വീടുകളിലും ഫാമുകളിലും ഇല്ലാത്ത ആൾക്കാരുടെ അടുത്തും ഒക്കെ പോയി ഈ ചിരട്ട കളക്ട് ചെയ്യാൻ. അതെ അതെ അതെ, ആ ഒരു ഫേസ് ചാലഞ്ചിങ് ആയിരുന്നു. കാരണം ആർക്കും അറിയില്ല ഇത് സക്സസ്ഫുൾ ഇനിഷ്യേറ്റീവ് ആവോ. ഈ കുട്ടി അവിടെ പോയി പഠിച്ചു, നല്ലൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു, അതൊക്കെ വിട്ടു വന്ന് ഇപ്പം ഇത് ചെയ്യുന്നുണ്ട്. അപ്പോൾ എപ്പോഴും ആൾക്കാരുടെ സംശയം ഉണ്ടാവും. തുടങ്ങാനായിട്ട് ഇത്ര 100 പീസിന്റെ ഓർഡർ കിട്ടിയല്ലോ, അപ്പൊ എത്രയാണ് ഇതിന്റെ തുടങ്ങാൻ മൂലധനം ഉണ്ടായിരുന്നത്? ഞാൻ അങ്ങനെ ഒരു വലിയ ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് ചെയ്തിട്ടില്ല. തുടക്കത്തിൽ ശരിക്കും ആക്സോ ബ്ലേഡും സാൻഡ് പേപ്പറും ഒക്കെ വാങ്ങാനുള്ള ആ ഒരു പൈസ തന്നെ വന്നിട്ടുള്ളൂ. പിന്നെ ഞാൻ വീട്ടിലത്തെ ചിരട്ടകളായിരുന്നു ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ അറിയണ ആൾക്കാരുടെ വീടുകളിൽ നിന്നും വേണമെങ്കിൽ ഒരു 3,000 to 4,000 റുപ്പീസ് അന്ന് എക്സ്പെൻസ് വന്നിട്ടുണ്ടാവുമായിരിക്കും. അങ്ങനെ അന്ന് ഇത് പെട്ടെന്ന് സ്കെയിൽ ചെയ്യണമെന്നൊന്നുമില്ല, എൻ്റെ ഒരു പേസിൽ തന്നെ പോയാൽ മതി. കാരണം ഇത് സക്സസ്ഫുൾ ആവുമോന്നും അറിയില്ലല്ലോ. അപ്പോൾ ആ ഒരു ഫസ്റ്റ് 100 പീസസ് സെയിൽ ചെയ്തിട്ടുള്ള ആ ഒരു റവന്യൂ വെച്ചിട്ടാണ് പിന്നെ ബാക്കിയുള്ള ഇൻവെസ്റ്റ്മെൻറ്റും കാര്യങ്ങളും. അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മേജർ ഇൻവെസ്റ്റ്മെൻറ്റ് ഇതിൽ വന്നിട്ടില്ല. പക്ഷെ നല്ലപോലെ നമ്മുടെ ഒരു ടൈം ഇൻവെസ്റ്റ്മെൻറ്റും പാഷനും ഒക്കെ വേണം. കാരണം ഈ ചിരട്ടകൾ സെലക്ട് ചെയ്യുമ്പം ഇതിൻ്റെ നാച്ചുറൽ പ്രൊഡക്റ്റ് ആണല്ലോ, അപ്പോൾ അതിൻ്റെ ടെമ്പറേച്ചർ വേരിയൻസ് ചെക്ക് ചെയ്യണം. കാരണം അത് നല്ലപോലെ വെയിൽ കൊണ്ട് കിടക്കണ ചിരട്ടയാണെങ്കിൽ ഇത് ക്രാക്ക് വരും. അതുപോലെ നമ്മൾ ഒരു നല്ല കൂർത്ത ചിരട്ടയാണെങ്കിൽ അത് ടേബിളിൽ വെച്ച് കഴിഞ്ഞാൽ ഒരു സൈഡിലേക്ക് മറിയും. പിന്നെ ഇത് ഒരുപോലെ സൈസ് കിട്ടണമെങ്കിൽ പല സ്ഥലങ്ങളിലേക്ക് ഓടി നടക്കണം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം സൂക്ഷ്മത വേണം ഇത്. അതെ 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 അതെ. അപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് പൈസയുടെ കണക്കിൽ നോക്കുകയാണെങ്കിൽ കുറവാണ്. പക്ഷെ അത്രയധികം എഫേർട്ട് ഓരോ ബാച്ച് ഉണ്ടാക്കാനായിട്ട് നമ്മൾ എടുത്തിട്ടുണ്ട്. ടൈം ഇൻവെസ്റ്റ്മെന്റ് ആണ് ഏറ്റവും കൂടുതൽ. അതെ അതെ, ടൈം ഇൻവെസ്റ്റ്മെന്റ് ആയിരുന്നു. അപ്പോൾ അന്ന് ഇത് ഒരു നല്ലൊരു മോഡലാണോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ വന്നു. കാരണം ഇത്രയധികം സമയം എടുത്തിട്ടാണ് ഒരു ബാച്ച് നമ്മൾ കൊടുക്കുന്നത്. പിന്നെ അന്ന് എനിക്ക് ഓർമ്മയുണ്ട്, ഇവര് ബാംഗ്ലൂരിൽ നിന്ന് അവർ പറഞ്ഞു ഇത് കുഴപ്പമില്ല, പ്രൊഡക്റ്റ് നന്നായിട്ടുണ്ട്, എത്രയാ റേറ്റ് എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ ഫോണിലാണ്, അപ്പോൾ അങ്ങനെ റേറ്റ് അറിയാം, വീട്ടിലത്തെ ചിരട്ട എടുത്തിട്ടാണല്ലോ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഒരു ഐഡിയയിലൊരു 60 രൂപ എന്ന് പറഞ്ഞു. അപ്പോൾ അവർ സമ്മതിക്കുകയും ചെയ്തു. അപ്പോൾ ഞാൻ ചോദിച്ചത് കുഴപ്പമില്ലല്ലോ, അപ്പോൾ 60, അപ്പോൾ 100 പീസ് കുഴപ്പമില്ല, അപ്പോൾ 6,000 രൂപ. പക്ഷേ ഇത് കിട്ടാണ്ടായപ്പോഴാണ് ഇതിൻ്റെ ഒരു ചാലഞ്ച് മനസ്സിലായി. 100 എണ്ണം ഒരേപോലത്തെ ഒരു സൈസ് കിട്ടാനും പിന്നെ ഇത് ലേസർ എൻഗ്രേവ് ചെയ്യാനും കുറച്ച് ചാലഞ്ചസ് ഫേസ് ചെയ്തു. കാരണം സാധാരണ വുഡിലൊക്കെ എൻഗ്രേവ് ചെയ്യുക ഫ്ലാറ്റ് സർഫസ് ആണ്, കർവ്ഡ് ആകുമ്പോൾ ഇത്തിരി ഒരു ചാലഞ്ച് ഉണ്ട്. അപ്പം അതിനും ടൈം കൂടുതൽ എടുക്കുന്നുണ്ടായിരുന്നു. പിന്നെ സ്ലോലി നമ്മൾ അതിൽ തന്നെ ഇരുന്ന് വർക്ക് ചെയ്യാണല്ലോ, ഓരോ വഴികളും രീതികളും. അങ്ങനെ ട്രയൽ ആൻഡ് എററിൽ അതെ ചിരട്ട മാത്രമേ ഉള്ളൂ. ഇപ്പോൾ നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തത് മുതൽ ഇപ്പോൾ 2024 നിൽക്കുകയാണ്, എന്താണ് ഇതുകൊണ്ട് നേടിയിട്ടുള്ളത്?
പല കാര്യങ്ങളും ഞാൻ വിചാരിച്ചതിൽ എൻ്റെ ഒരു എക്സ്പെക്റ്റേഷൻസിൽ വിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. ഒന്ന് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഞാൻ ആദ്യം തുടങ്ങിയപ്പം ആദ്യത്തെ ഒരു ടീം മെമ്പർ എടുക്കണം എന്നുള്ളൊരു സ്റ്റേജ് എത്തി. അതായത് ഞാൻ തന്നെയാണ് ഈ ചിരട്ടകൾ വരുമ്പോൾ അന്ന് ബോക്സസ് ഒന്നുമില്ല, വീട്ടിലിരിക്കണ എന്തെങ്കിലുമൊക്കെ വെച്ച് മടക്കിയും ഇതും പാക്ക് ചെയ്തിട്ടൊക്കെയാണ് ഓർഡേഴ്സ് ഡിസ്പാച്ച് ചെയ്യണത്. അപ്പോൾ ഇന്നും ഞാൻ ഇങ്ങനെ ഇരുന്ന് പാക്ക് ചെയ്ത് അയക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് തോന്നി ഞാൻ ഈ പാക്കിങ്ങും അയക്കലും മാത്രമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ എങ്ങനെ ബാക്കിയുള്ള കാര്യങ്ങൾ ആര് നോക്കും. അത് ഞാൻ എൻ്റെ ഹസ്ബൻഡിൻ്റെ അടുത്തും പറയണത് ഒരാളെടുത്താലോ പാക്കിങ്ങിനൊക്കെ ആയിട്ട്. അപ്പം അന്ന് എന്തിനാ അപ്പം വെറുതെ ഒരു 10,000 rupees ആ മാസം പോവില്ലേ, അത് നമ്മുടെ കയ്യിലിരിക്കില്ലേ. അപ്പോഴും എനിക്ക് കൺഫ്യൂഷനായി, അത് ചെയ്യണോ വേണ്ട. പിന്നെ ഞാൻ പറഞ്ഞു എൻ്റെ ഒരു ഇൻറ്റ്യൂഷനാണ് നോക്കാറ്. അപ്പോൾ ഞാൻ ഈ 10,000 ഫോക്കസ് ചെയ്യണം. ഈ 10,000 ഒരു സേവിങ്സ് അല്ല, എനിക്കൊരു ഫ്യൂച്ചർ ഗോൾ ഉണ്ട്. ആ ഗോളിലേക്ക് എത്താനായിട്ട് എനിക്കൊരു സപ്പോർട്ട് ആവശ്യമുണ്ട്. അങ്ങനെ ആ ഒരു ഫസ്റ്റ് ടീം മെമ്പർ, അപ്പോൾ ഒരു ടീം മെമ്പേഴ്സ് ഉണ്ടാവും എന്നൊക്കെ ഉള്ളത് ഒരിക്കലും ഞാൻ വിചാരിക്കണില്ല. ഫസ്റ്റ് ഒരു ടീം മെമ്പർ വന്നു, പിന്നെയും നമുക്ക് പിന്നെ കുറച്ച് നമ്മൾ ആർട്ടിസൻസായിട്ട് കൂടുതൽ ആർട്ടിസൻസായിട്ട് കണക്ട് ചെയ്തു. അപ്പോൾ പല പല സ്ഥലങ്ങളിലുള്ളത് ആർട്ടിസൻസ് ഇങ്ങനെ ഒരു ആർട്ടിക്കിൾ കണ്ടിട്ട് അത് നല്ലോണം പബ്ലിസിറ്റി കിട്ടി. ഇപ്പം കുറേ പേര് റീച്ച് ഔട്ട് ചെയ്ത് അവർക്കും ഇങ്ങനെ ഉണ്ടാക്കി തരണം എന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ കൂടുതൽ ആർട്ടിസ്റ്റ്, അപ്പം കൂടുതൽ പ്രോഡക്ട്സ് അവൈലബിൾ ആയി. നമ്മൾ അതിനനുസരിച്ച് മാർക്കറ്റിംഗിൽ ഇൻവെസ്റ്റ് ചെയ്തപ്പോൾ സെയിൽസും കൂടി. അപ്പോൾ അങ്ങനെ ഓരോ ടീം മെമ്പേഴ്സായിട്ട് നമ്മുടെ ആഡ് ചെയ്ത് വന്നു. ഇപ്പോൾ സത്യം പറഞ്ഞാൽ ഇപ്പോൾ ടീമിലുള്ള ആൾക്കാർ ഇപ്പോൾ വരണവർ എന്നേക്കാൾ കഴിവുള്ള ആൾക്കാരാണ് ഇപ്പോൾ ജോയിൻ ചെയ്യണത്. അപ്പോൾ അങ്ങനത്തെ ഒരു സ്റ്റേജിലേക്ക് എത്താന്നുള്ളത് ഞാൻ ഒരിക്കലും എൻവിഷൻ ചെയ്തിട്ടുള്ളൊരു കാര്യമല്ല. അപ്പോൾ ഒരു സെറ്റ് ഓഫ്, അതും ഞങ്ങളുടെ ഒരു ഓൾ വിമൻ ടീമാണ്. അപ്പോൾ ഇത്രയും ഒരു സെറ്റ് ഓഫ് വിമനിലേക്ക് എത്തുക. പിന്നെ ഇതിൽ കുറേ പേരും ഞാൻ പറഞ്ഞു നമുക്ക് നാട്ടിൽ കസ്റ്റമേഴ്സ് ഇല്ല. അപ്പോൾ കൂടുതലും ബോംബെ, ഡൽഹി, ബാംഗ്ലൂർ അല്ലെങ്കിൽ ഇന്റർനാഷണൽ കസ്റ്റമേഴ്സ്. ഞാൻ പൊതുവേ ഡെയിലി ഓപ്പറേഷൻസിൽ ഇൻവോൾവ് ചെയ്യാറില്ല. അവരാണ് ഷോ റൺ ചെയ്യണത്. ഞാൻ കുറച്ചും കൂടി നെക്സ്റ്റ് ലെവലിലേക്ക് നമുക്ക് എങ്ങനെ കിടക്കാം, വേറെ എന്ത് ചെയ്യാം, നമ്മുടെ പ്രൊഡക്ഷൻ ഫെസിലിറ്റി എങ്ങനെയെങ്കിലും എക്സ്പാൻഡ് ചെയ്യാം. ഡെയിലി ഓപ്പറേഷൻസ് ഫുൾ അവരാണ് മാനേജ് ചെയ്യുന്നത്. അപ്പോൾ പാലക്കാട് നിന്നുള്ളൊരു ചെറിയ ടൗണിൽ നിന്ന് വന്ന് ബേസിക് ഒരു ഇംഗ്ലീഷ് ലാംഗ്വേജ് ഒക്കെയാണ് അവർക്കും ആദ്യം അറിഞ്ഞിട്ടുണ്ടായിരുന്നുണ്ടാവുള്ളൂ. പക്ഷെ ഇപ്പം അവർ ആ അക്കൗണ്ട്സ് ഹാൻഡിൽ ചെയ്യുന്ന കാണുമ്പോൾ ഞാൻ ഇൻവോൾവ് ചെയ്യാറില്ല ഒന്നിലും. പക്ഷെ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഓഫീസിൽ നടക്കുമ്പോൾ കേൾക്കാമല്ലോ അവരെങ്ങനെ ഹിന്ദിയിൽ സംസാരിക്കണോ, ഇംഗ്ലീഷിൽ സംസാരിക്കണോ, അവരായിട്ട് എങ്ങനെ ഡീൽ ചെയ്യണോ. ആ ഒരു പ്രൊഫഷണലിസവും ലാംഗ്വേജും കോൺഫിഡൻസും ഒക്കെ കാണുമ്പോൾ ഉള്ളൊരു ആ ഒരു പ്രൈഡ്, അത് തന്നെയാണ് ഞാൻ ഈ ഒരു ഇനിഷ്യേറ്റീവ് സ്റ്റാർട്ട് ചെയ്തപ്പോഴും എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നത്. ആ ഒരു എംപ്ലോയ്മെൻറ്റ് ജനറേഷനും സ്കിൽ ഡെവലപ്മെൻറ്റും അതുപോലെ തന്നെ ആർട്ടിസൻസിൻ്റെ ലൈഫ്സ് ഇമ്പാക്റ്റ് ചെയ്യൽ, അവർക്കൊരു റെഗുലർ ഇൻകം. കാരണം നമ്മൾ ഈ ഒരു രീതിയിൽ ഇതിനെ പ്രൊമോട്ട് ചെയ്യണതും എക്സിബിഷൻസിന് പാർട്ടിസിപ്പേറ്റ് ചെയ്യണതും നമ്മൾ ഏറ്റവും ബെസ്റ്റ് എക്സിബിഷൻസ് ഏതാണെന്ന് നോക്കിയിട്ട് തന്നെയാണ്. നമ്മൾ ഇപ്പോൾ അതിന് എഫോർഡ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ അത് നോക്കാറില്ല. തേങ്ങ, കൊക്കോ എന്തൊക്കെ പ്രൊഡക്റ്റുകളാണ് ഇപ്പോൾ മാനുഫാക്ചർ ചെയ്യുന്നത്? നമുക്ക് മെയിൻ സെല്ലിംഗ് പ്രോഡക്റ്റ് കോക്കനട്ട് ബോൾസ് ആണ്. അപ്പോൾ ബോൾസ് പല സൈസിൽ, ഇപ്പോൾ ഐസ്ക്രീം കഴിക്കേണ്ട സൈസിൽ, സാലഡ് കഴിക്കുന്നത്, നട്ട്സ് കഴിക്കുന്നത്, സ്നാക്സ് കഴിക്കുന്നത്, അങ്ങനെ പല സൈസുകളിലുള്ള, കാരണം ആ ഒരു ഷേപ്പ് അങ്ങനെയാണല്ലോ ചിരട്ടയുടെ. അപ്പോൾ ബോൾസ് ആണ് നമുക്ക് മെയിനായിട്ട് പോകുന്ന ഒരു പ്രോഡക്റ്റ്. പിന്നെ പുറത്തായാലും ആൾക്കാർക്ക് ഈ ബ്രേക്ക്ഫാസ്റ്റ് ബോൾ, സ്മൂത്തി ബോൾ ഇങ്ങനെയൊക്കെ പറഞ്ഞ് ആണ് കൂടുതൽ ആൾക്കാർ ഇത് എടുക്കാറ്. അപ്പോൾ ഇപ്പം എല്ലാവരും ഹെൽത്തി ലിവിങ് കോൺസെപ്റ്റിലാണല്ലോ. അപ്പം കുക്ക് ചെയ്യാണ്ട് ഫ്രൂട്ട്സ് മാത്രം ഇത് ഓട്സ് ഇട്ട്. അപ്പോൾ കൂടുതൽ ആൾക്കാർ പറയാറ് ഈ കോക്കനട്ട് ഷെല്ലിൽ കഴിക്കുമ്പം ഇറ്റ് എൻകറേജസ് ദം ടു ഈറ്റ് ഹെൽത്തിയർ. അതായത് ഒരു നാച്ചുറൽ ബോൾ ആണല്ലോ. ഇനി അതിൽ അൺഹെൽത്തി ആയിട്ടുള്ള മാഗിയും ചിപ്സും അങ്ങനത്തെ സാധനങ്ങൾ കഴിക്കാൻ തോന്നാറില്ല. അപ്പം അത് തന്നെ നമുക്കൊരു വലിയൊരു മോട്ടിവേഷനാണ്. പിന്നെ വരുന്നത് നമുക്ക് കാൻഡിൽസ്, അതായത് ഷെല്ലിൻ്റെ ഉള്ളിൽ നമ്മൾ വാക്സ്, ഈ വാക്സ് യൂസ് ചെയ്യണതും നമ്മൾ സോയ വാക്സ്, പാരഫിൻ കെമിക്കൽ ബേസ്ഡ് വാക്സ് യൂസ് ചെയ്യില്ല. നമ്മൾ എന്ത് പ്രൊഡക്റ്റ് ചെയ്യുമ്പോഴും അതെപ്പോഴും ചെക്കിലുണ്ടാവും, നാച്ചുറൽ ആയിരിക്കണം. പാക്കേജിങ്ങിലായാലും റബ്ബർ ബാൻഡ്സ്, ബോക്സസ്, ബബിൾ റാപ്പ് ഇല്ല, പേപ്പർ ബബിൾ റാപ്പ്, അങ്ങനത്തെ കാര്യങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്. അപ്പോൾ ഈ കാൻഡിൽസ് നമുക്ക് ദിവാലിയുടെ സമയത്ത് നോർത്തുനിന്ന് നമുക്ക് നല്ല റെസ്പോൺസ് ഉള്ള ഒരു പ്രോഡക്റ്റാണ്. ഫ്യൂച്ചറിൽ ഇനി എന്തൊക്കെയാണ് പ്ലാൻ ചെയ്യുന്നത്? ശരിക്കും നമ്മുടെ കമ്പനി എങ്ങനെ ആയിത്തീരണം എന്നാണ് ആഗ്രഹിക്കുന്നത്? ഫ്യൂച്ചറിലേക്ക് ഗോൾസും വിഷനും ഒക്കെ ഒരുപാടുണ്ട്. ഒന്ന് നമ്മുടെ പ്രൊഡക്ഷൻ ഫെസിലിറ്റി, ഇപ്പം ഞാൻ പറഞ്ഞു ഇൻഡിവിജ്വൽ ആർട്ടിസൻസ് ആണ് കൂടുതൽ നമുക്ക് ഉണ്ടാക്കി തന്ന് സെൻട്രലായിട്ടൊരു വെയർ ഹൗസിലേക്ക് വരണത്. അത് ഡെഫിനറ്റ്ലി കണ്ടിന്യൂ ചെയ്യും.
അതല്ലാതെ നമുക്ക് കുറച്ചും കൂടി എൻഹാൻസ്ഡ് ആയിട്ടുള്ള ഒരു പ്രൊഡക്ഷൻ യൂണിറ്റ് കൂടുതൽ ആൾക്കാരെ ഹയർ ചെയ്യാനായിട്ട്. കാരണം വീട്ടിലുണ്ടാക്കണവർ കുറേ പേര് അവർ പണ്ടേ ആർട്ടിസൻസ് ആയിരുന്നു, ഈ കൈലുകളൊക്കെ ഉണ്ടാക്കുന്ന ആർട്ടിസൻസ് ആയിരുന്നു. അവർക്ക് നമ്മൾ ഈ പുതിയ പ്രോഡക്റ്റ് ഡിസൈൻസ് ട്രെയിൻ ചെയ്തെടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു ഫീൽഡിൽ ഇല്ലാത്തവരെയും നമുക്ക് കൂടുതൽ വിമന് എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കാൻ പറ്റുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നാട്ടിലത്തെ എല്ലാ ചിരട്ടകളും നമ്മൾ യൂട്ടിലൈസ് ചെയ്യുക. നമ്മളിപ്പോൾ ഓയിലായ നമ്മളൊരിക്കലും ഒരു തേങ്ങ കിടക്കുകയാണെങ്കിൽ അത് ഉണക്കി എണ്ണയാക്കും. അതുപോലെ ആ ഷെല്ലും എനിക്കെല്ലാം നാട്ടിലത്തെ മാത്രമല്ല നാട്ടിലത്തെ കവർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ സൗത്ത് ഇന്ത്യൻ നമുക്കൊരു ബൗണ്ടറീസ് വെക്കേണ്ട ആവശ്യമില്ലല്ലോ. നമ്മൾക്ക് ആ സൗത്ത് ഇന്ത്യയിലത്തെ ഈ ഒരു പൊട്ടൻഷ്യൽ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുക. ഈ ഒരു പൊട്ടൻഷ്യൽ യൂട്ടിലൈസ് ചെയ്യുമ്പോൾ നമ്മൾ റീപ്ലേസ് ചെയ്യണത് പ്ലാസ്റ്റിക് വേസ്റ്റാണ്. കുറേ പേര് ഇറ്റലിയിലേക്കൊക്കെ നമുക്ക് എക്സ്പോർട്ട് പോണത് ഡിസ്പോസിബിൾ ഐസ്ക്രീം കപ്സ് ആയിട്ടാണ്. അത് നമ്മൾ അധികം ഫിനിഷിങ്ങും കാര്യങ്ങളൊന്നും ചെയ്യേണ്ട, വെറുതെ ഒന്ന് ബ്രഷ് ചെയ്ത് ക്ലീൻ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അപ്പോൾ നമുക്ക് റീപ്ലേസ് ചെയ്യാൻ പറ്റുന്നത് പ്ലാസ്റ്റിക് സിംഗിൾ യൂസ് പ്ലാസ്റ്റിക്സിനെയാണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു ഇനിഷ്യേറ്റീവ് നമ്മൾ ഇതിനെ മാക്സിമം പൊട്ടൻഷ്യൽ യൂട്ടിലൈസ് ചെയ്യുമ്പോഴും ഇതിനെ പ്രൊമോട്ട് ചെയ്യുമ്പോഴും നമുക്ക് ഓൺ ദ സൈഡ് കിട്ടുന്ന ഒരു റിസൾട്ട് പ്ലാസ്റ്റിക് വേസ്റ്റ് റിഡക്ഷൻ ആണ്. അപ്പോൾ ആ ഒരു സോഷ്യൽ ഇമ്പാക്ട് കോസിന് വേണ്ടിയിട്ടാണ് നമ്മുടെ ഒരു മെയിൻ വിഷനും അത് അച്ചീവ് ചെയ്യണമെന്നാണ് ആഗ്രഹം. ഇപ്പം നമ്മൾ ചെറിയൊരു മുടക്കുമുതലാണ് സ്റ്റാർട്ട് ചെയ്തെങ്കിൽ പോലും ഇന്ന് 50 രാജ്യങ്ങളിലോടത്തോളം നമ്മൾ അയക്കുന്നുണ്ട്. ശരിക്കും ഒരു ഓൺട്രപ്രണർ എന്നുള്ള രീതിയിൽ നോക്കുമ്പോൾ നമ്മളിതിൽ ഫേസ് ചെയ്തിരിക്കുന്ന ഡിഫിക്കൽട്ടീസ് എന്തൊക്കെയാണ്? തുടക്കത്തിൽ കുറച്ച് ഡിഫിക്കൽട്ടീസ് എല്ലാം ഫേസ് ചെയ്തിട്ടുണ്ട്. ഈ കോക്കനട്ട് ഷെൽ എന്നുള്ളൊരു മെറ്റീരിയലിനെ പറ്റിയിട്ട് ആദ്യം അത്ര ഫെമിലിയർ ആയിരുന്നില്ല. അപ്പോൾ നാട്ടിൽ നമുക്കറിയാലോ സമ്മർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും ചൂടുള്ളൊരു സമയമാണ്. അത് കഴിഞ്ഞ് ആ സമയത്ത് നമ്മൾ പ്രൊഡക്ഷൻ ചെയ്ത കുറച്ച് ബൗള് നമുക്ക് വെബ്സൈറ്റിൽ ഓർഡേഴ്സ് വന്നപ്പോൾ അങ്ങനെ അയച്ചു കൊടുത്തു. അത് കഴിഞ്ഞ് ഒരു 1 month ഒക്കെ ഇപ്പം കുറേ ഫീഡ്ബാക്സ് വന്നു. നമ്മുടെ പ്രൊഡക്റ്റ് ശരിയല്ല, ബൗളിലേക്ക് ഇങ്ങനെ ക്രാക്ക് വരുന്നുണ്ട്. അങ്ങനെ ആമസോണിൽ കുറച്ച് റിവ്യൂസ് കണ്ടു, നമ്മുടെ സ്വന്തം വെബ്സൈറ്റിൽ, പിന്നെ വാട്സാപ്പിൽ അതുപോലെ അതിൻ്റെ അങ്ങനത്തെ ഫീഡ്ബാക്ക് ഉണ്ട്. അപ്പോൾ എന്താ ഉണ്ടായെന്ന് അങ്ങനെ മനസ്സിലാവണില്ല, എന്തുകൊണ്ട് ഇങ്ങനെ പെട്ടെന്ന് ക്രാക്ക് ഫോർമേഷൻ റെസ്പോൺസാണ് വന്നത്. അതെ, ആ ഒരു സമ്മർ ആ ഒരു മന്തിലാണ് 2 മാസത്തിലാണ് ഇങ്ങനെ ഒരു ഫീഡ്ബാക്ക് വന്നത്. അപ്പോഴാണ് മനസ്സിലാവണത് ചിരട്ടകൾ അധികം വെയിൽ കൊണ്ടാൽ വെയിൽ കൊണ്ട് ചിരട്ടകൾ നമ്മൾ പ്രൊഡക്ഷനെടുത്ത് സാൻഡ് ചെയ്ത് യൂസ് ചെയ്യാൻ തുടങ്ങിയാൽ അതിൽ ക്രാക്ക് ഫോർമേഷൻ ഉണ്ടാവും. അപ്പോൾ എപ്പോഴും സൂക്ഷിക്കേണ്ട സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഈ സമ്മേഴ്സിലൊക്കെ അറിയാലോ, അത്രയും ഒരു വെയിലടിക്കുമ്പം പുറത്ത് വെറുതെ ചിരട്ടകൾ കിടന്നിട്ട് ആ ചിരട്ടകൾ നമ്മൾ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ പ്രൊഡക്ഷന് യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പം നമുക്ക് പ്രൊക്യൂർമെൻറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സമ്മറിൽ നമ്മൾ അത്രയധികം ശ്രദ്ധിക്കും നമ്മൾ എവിടെ നിന്നാണ് ചിരട്ട എടുക്കുന്നത്, അത് വെയിലത്തിരുന്നതാണോ അതോ ഷെഡിൻ്റെ ഉള്ളിലായതാണോ. അതുകൊണ്ട് ഇപ്പോൾ എല്ലാ സമ്മേഴ്സിലും നമ്മൾ ആർട്ടിസൻസിൻ്റെ അടുത്തായാലും നമുക്ക് കോക്കനട്ട് സപ്ലൈ ചെയ്യുന്ന ആൾക്കാരുടെ അടുത്തായാലും അത് വളരെയധികം ശ്രദ്ധിച്ചിട്ടാണ് ഇപ്പോൾ ചെയ്യാറ്. അപ്പോൾ അന്നത്തെ സമയത്ത് ഡെഫിനറ്റ്ലി അത് വലിയൊരു ഫെയിലിയർ ആയിരുന്നു. പെട്ടെന്ന് നമ്മുടെ റിവ്യൂസ് ഇമ്പാക്റ്റ് ആവുക, സെയിൽസ് പറയുക, ആൾക്കാർ നമ്മളെ പറ്റി നെഗറ്റീവ്ലി സംസാരിക്കുക, അങ്ങനെയൊക്കെ വരുമ്പോൾ ഒരു ഡീമോട്ടിവേഷനാണ്. ഇനി എന്ത് ചെയ്യും, ഇത് ശരിയായോ, അത്ര ഒരു നെഗറ്റീവ് ഫീഡ്ബാക്ക് വരുമ്പോൾ. കാരണം ഡെഫിനറ്റ്ലി ഇങ്ങനെ ഒരു പൈസ കൊടുത്ത് ഒരാൾ ബോൾ എടുത്ത് അത് അപ്പം തന്നെ ക്രാക്ക് ആകുമ്പോൾ ഇതൊരു നല്ലൊരു എക്സ്പീരിയൻസ് അല്ലല്ലോ. പക്ഷേ സ്ലോലി നമ്മൾ ആ ഒരു മിസ്റ്റേക്കിന് ആൾക്കാർക്ക് റിപ്ലേസ്മെൻറ്റ് വേറെ അയച്ചു കൊടുത്തും റീഫണ്ട്സ് ഇനിഷ്യേറ്റ് ചെയ്തിട്ടും നമ്മൾ അതിനൊന്ന് റിസോൾവ് ചെയ്തെടുത്തു. ഇപ്പം നാട്ടിൽ വന്ന് സ്വന്തമായിട്ട് സ്ഥാപനം തുടങ്ങുന്നുള്ള സ്വപ്നം മാത്രമായിട്ട് വന്നിട്ട് ഇപ്പോൾ 50 രാജ്യങ്ങളിലേക്ക് ചെയ്യുന്നു. അപ്പോൾ ഇതൊരു വലിയ ഓപ്പർച്യൂണിറ്റിയാണ്. അപ്പോൾ ഒത്തിരി വുമൺ ആൻറ്റർപ്രനേഴ്സ് റെഡി ആവണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. പല കാര്യങ്ങളിലും അവർ ഫെയിലിയർ ആവുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് എന്ത് അഡ്വൈസാണ് കൊടുക്കാനുള്ളത് നമ്മുടെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ? എനിക്ക് ഷെയർ ചെയ്യാനുള്ളൊരു മെസ്സേജ് അല്ലെങ്കിൽ ഒരു അഡ്വൈസ്, നമ്മൾ ചൂസ് ചെയ്ത ഏരിയ നല്ലപോലെ ആലോചിച്ച് ചിന്തിച്ചെടുക്കുന്ന ഒരു ഏരിയ ആയിരിക്കണം. അതൊരു പാഷൻ ഡെഫിനറ്റ്ലി ഉണ്ടായിരിക്കണം. ഒരു മണി മേക്കിങ്ങിന് വേണ്ടിയിട്ട് ഒരിക്കലും സ്റ്റാർട്ട് ചെയ്യരുത്. ഏറ്റവും കൂടുതൽ പൈസ എവിടെയാണെന്നോ അല്ലെങ്കിൽ നാട്ടുകാരെന്താ പറയണതെന്ന് കേട്ടിട്ടോ ഒരു ഫീൽഡിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് സക്സസ് വരണമെന്ന് നിർബന്ധമില്ല. അതിപ്പോൾ ഇപ്പോൾ ഞാനൊരു ബിസിനസ് തുടങ്ങണം എന്ന് തന്നെയില്ല. എല്ലാവരും ഇപ്പോൾ ഒരു ഓൺടർപ്രണേഴ്സ് ആവണം എന്ന് നിർബന്ധമില്ല. ചിലർ ആർട്ടിസ്റ്റ്സ് ആവാം. ഒരു ആർട്ടിസ്റ്റിന് അതിനൊരു ബിസിനസ് സ്കെയിൽ ചെറിയ രീതിയിൽ കൊണ്ടുപോകാം. ഇത് സ്കെയിൽ ചെയ്യുമ്പം ഉള്ള ചാലഞ്ചസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ
പ്രൊഡക്റ്റ് ഉണ്ടാക്കിയിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത്. പക്ഷേ എനിക്കിപ്പോൾ ഒരിക്കലും പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ പറ്റില്ല, കാരണം എനിക്ക് അതിനുള്ള സമയമില്ല. എനിക്ക് ഇത്രയും സ്റ്റാഫ് ഉണ്ട്, ഓർഡേഴ്സ് ഉണ്ട്, ഫൈനാൻസസ് മാനേജ് ചെയ്യണം, സാലറീസ് പേ ചെയ്യണം. അപ്പോൾ അങ്ങനത്തെ കുറേ ടെൻഷനും സ്ട്രെസ്സും എല്ലാം വരും ഒരു ബിസിനസ് റൺ ചെയ്യണേൻ്റെ. പക്ഷേ ഐ എം മെന്റ് ടു ഡു ഇറ്റ്. ഐ എം കംഫർട്ടബിൾ ഇൻ ദാറ്റ് സ്പേസ്. ആ ടെൻഷനുകളും സ്ട്രെസ്സുകളൊക്കെ ഞാൻ എൻജോയ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്. അതെ 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 അതെ. പക്ഷെ ഒരു ആർട്ടിസ്റ്റിനെ നമ്മൾ ഫോഴ്സ് ചെയ്തിട്ട് ഒരിക്കലും ബിസിനസ് തുടങ്ങാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ആ പെയിന്റിംഗ് ആയിരിക്കും ചിലപ്പോൾ ഇഷ്ടമുണ്ടാവുക. അപ്പോൾ ചെറിയ സ്കെയിലാണോ ചെയ്യേണ്ടത്, അത് എന്താണ് നമ്മുടെ ഇൻട്രസ്റ്റ് എന്നുള്ളത് ആദ്യം ഐഡന്റിഫൈ ചെയ്യുക. അത് സ്കെയിൽ ചെയ്യണമെന്ന് യാതൊരു നിർബന്ധമില്ല, ചെറിയ രീതിയിലായാലും മതി, അത് ഭംഗിയായിട്ട് കൊണ്ടുപോകാമല്ലോ. ചിലപ്പോൾ ജോലിയാവാം. ചിലർ കോർപ്പറേറ്റ്സിൽ വളരെ നന്നായി പെർഫോം ചെയ്യുന്നതുണ്ടാവും. കാരണം ചിലർക്ക് സ്ട്രക്ചറും അതിനൊരു ഫ്ലോവും സിസ്റ്റംസും എല്ലാം ഉണ്ടെങ്കിലാണ് നല്ല ഓർഗനൈസ്ഡ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് വർക്ക് ലൈഫാണ് നല്ലത്. കാരണം സ്റ്റാർട്ടപ്പ് ലൈഫ് വളരെ അൺഓർഗനൈസ്ഡ് ആണ്, അൺസർട്ടനിറ്റീസ് ഉണ്ട്, ഇഷ്യൂസ് ഉണ്ട്. അപ്പോൾ ഏത് ഫീൽഡാണോ, ചിലപ്പം ഓൺടർപ്രണർഷിപ്പ് ആവാം, ബിസിനസ് ആവാം, ആർട്ടിസ്റ്റിക് ഫീൽഡ് ആവാം, അല്ലെങ്കിൽ സോഷ്യൽ വർക്ക് ആവാം, എന്ത് ഫീൽഡാണോ നമ്മൾ ചൂസ് ചെയ്യണേ അത് നമുക്ക് അത്രയും പാഷനറ്റും. എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ എവറി ഹ്യൂമൻ ബീയിങ് ഇസ് മെന്റ് ടു ഡു സംതിങ്. ദേ ആർ ബോൺ വിത്ത് സർട്ടൻ സ്കിൽസ്. ആ സ്കിൽസ് ഐഡൻറ്റിഫൈ ചെയ്ത് അതിലോട്ട് നമ്മുടെ എനർജി ഫോക്കസ് ചെയ്യണം. അപ്പോൾ അതിനുള്ള ഒരു എഫേർട്ട് എടുക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ഇനിയിപ്പം ഓൺടർപ്രണർഷിപ്പ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി പാഷൻ ഏരിയ എന്താണെന്ന് നോക്കണം. അതുപോലെ ഇമ്പോർട്ടൻ്റ് ആണ് അതിന് മാർക്കറ്റ് ഡിമാൻഡ് ഉണ്ടോ എന്നുള്ളത്. നമുക്ക് ഇഷ്ടമുള്ളത് മാത്രം ചെയ്താൽ കാര്യമില്ല, മണി ഈസ് ഓൾസോ ഇമ്പോർട്ടൻറ്റ്. അത് രണ്ടും അലൈൻമെൻറ്റ് വരണ ഏതൊക്കെ ഐഡിയാസ് ഉണ്ട്, നമ്മുടെ പാഷനും അതുപോലെ അതിനൊപ്പം തന്നെ മാർക്കറ്റ് ഡിമാൻഡും അലൈൻഡ് ആയിട്ട് വരുന്ന ഏരിയാസ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കിയിട്ട് അത് ഡെഫിനറ്റ്ലി മുന്നോട്ട് പോകണം. ഹാർഡ് വർക്കും ഫെയിലിയേഴ്സും ചാലഞ്ചസും ഒക്കെ അതിൻ്റെ ഭാഗമാണ്. പലപ്പോഴും കുറേ ഫെയിലിയേഴ്സ് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ഒരു സ്റ്റെപ്പിലായിരിക്കും ഞങ്ങൾക്കത് വളരെ അധികം റീച്ചും റെസ്പോൺസ് കിട്ടുന്ന ഒരു പ്രോഡക്റ്റ് നമുക്ക് ലോഞ്ച് ചെയ്യാൻ പറ്റണത്. പക്ഷേ പല സമയത്ത് ഇങ്ങനെയും ഉണ്ടാവാറുണ്ട്, നമ്മൾ പല ഫെയിലിയേഴ്സ് കഴിഞ്ഞിട്ടും കൺസിസ്റ്റൻ്റ് ആയിട്ട് ട്രൈ ചെയ്തിട്ടും നമ്മൾ മാക്സിമം എഫേർട്ട് ഇട്ടിട്ടുണ്ട്, പക്ഷേ അതിൽ റിസൾട്ട് കാണുന്നില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നമ്മളത് സ്റ്റോപ്പ് ചെയ്ത് അടുത്തതിലേക്ക് മൂവ് ഓൺ ചെയ്യും. അപ്പോൾ കൺസിസ്റ്റൻ്റ് എഫേർട്ട് ഇമ്പോർട്ടൻ്റ് ആണ്, പക്ഷെ നമുക്ക് ആ ഒരു പോയിന്റും അറിയണം. അതായത് നമ്മൾ റിസൾട്ട് കിട്ടാത്തൊരു ഏരിയയിലാണോ ഈ കോൺസ്റ്റന്റ് ആയിട്ടുള്ള എഫേർട്ട് ഇടണേ അല്ലേ എന്നുള്ളത്. പിന്നെ പുതിയൊരു ഇനിഷ്യേറ്റീവ് തുടങ്ങാൻ ആഗ്രഹമുള്ള ആൾക്കാർക്ക് ദിസ് ഈസ് ഡെഫിനറ്റ്ലി ദ റൈറ്റ് ടൈം. കാരണം ഇ കോമേഴ്സും ഓൺലൈൻ സെയിൽസൊക്കെ ഇത്ര അധികം ഭൂമിയിൽ നിൽക്കുന്ന ഒരു പീരീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനിഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഇസ് വെരി ലോ. കാരണം നമുക്കൊരു ഷോപ്പ് വെക്കാനോ അതിൻ്റെ സ്ഥലം എടുക്കാനോ ഒരു ബിൽഡിംഗ് കെട്ടാനോ അങ്ങനെ ഒന്നും നമുക്ക് റിക്വയർമെൻറ്റ്സ് ഇല്ല. ആമസോൺ ആയാലും ഇപ്പോൾ വേറെ ഏത് വലിയ പ്ലാറ്റ്ഫോം ആയാലും ലിസ്റ്റ് ചെയ്യാൻ ഒരു എക്സ്പെൻസസും വരുന്നില്ല. നമുക്ക് ആ ഒരു ഫസ്റ്റ് സെയിലിൽ തന്നെ അതിൻ്റെ ഒരു കമ്മീഷൻ പോകണുള്ളൂ. അപ്പോൾ ഒരിക്കലും ഇനിയൊരു എക്സ്ക്യൂസ് ഇല്ല ഒഴിവാക്കാനായിട്ട്. കാരണം ഈ ഡെഫിനറ്റ്ലി ഗോ ഫോർ എ ട്രൈ. ഇപ്പോൾ സ്മാർട്ട് ഫോൺസും ഇത്രയും ആക്സസിബിൾ ആയിരിക്കുന്ന സമയത്ത് ഫോട്ടോഗ്രാഫിയും എല്ലാ പുതിയ ഫോൺ വരുമ്പോഴും ക്യാമറാസ് അത്രയും ഇമ്പ്രൂവ് ചെയ്തിട്ടാണ് വരുന്നത്. കുറേ ഫ്രീ പ്ലാറ്റ്ഫോംസ് ഉണ്ട്, നമുക്ക് പ്രൊഡക്റ്റ് ഫോട്ടോഗ്രാഫി തൊട്ട് ലിസ്റ്റിംഗ് തൊട്ട് ഷിപ്പിംഗ് വരെ ചെയ്യാനായിട്ട് അത്രയും ഈസിയാണ്. അത്രയും ഒരു മിനിമൽ ഇൻവെസ്റ്റ്മെൻറ്റ് മതി. പിന്നെ ഈ ഒരു ഇനിഷ്യൽ സ്റ്റേജിൽ അത് സക്സസ് ആണോ അല്ലേന്ന് അറിയണ ആ ഒരു ഇതിൽ നമുക്ക് വലിയൊരു പ്രൊഡക്ഷനോ പ്ലാന്റോ ആവശ്യമില്ല. നമുക്കൊരു ചെറിയൊരു പ്രോട്ടോടൈപ്പ് എങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റി, അല്ലെങ്കിൽ വേറെ ആൾക്കാരുടെ ഒരു പ്രൊഡക്ഷൻ ഫെസിലിറ്റിയുടെ ഹെൽപ്പ് വെച്ച് ചെയ്യാൻ പറ്റി ആ ഒരു സാമ്പിൾ റിലീസ് ചെയ്യാൻ പറ്റിയാൽ പിന്നെ ആമസോണും ഇങ്ങനത്തെ പ്ലാറ്റ്ഫോംസിൽ ട്രൈ ചെയ്തിട്ട് റെസ്പോൺസ് ഉണ്ടോ ഇല്ലയെന്ന് ആ ഒരു സ്റ്റേജ് ഉണ്ടല്ലോ, ഇനിഷ്യൽ ഒരു മാർക്കറ്റ് സ്റ്റഡി നടക്കുന്ന സ്റ്റേജ്. ഒട്ടും തന്നെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ആവശ്യമില്ല. നമ്മുടെ ഒരു പാഷനും ടൈമും ഇൻട്രസ്റ്റും ആൾക്കാരായിട്ട് സംസാരിക്കണം, അവരുടെ ഒരു ഫീഡ്ബാക്ക് അറിയണം. സംസാരിക്കുമ്പോൾ പലരും പറയും ഇതൊരു നല്ല പ്രൊഡക്റ്റാണ്, അത് ചെയ്തോ, അത് കുഴപ്പമുണ്ടാവില്ല. പക്ഷേ അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ അതേ ടേക്കിംഗ് മണി ആൻഡ് ബൈയിങ് ദാറ്റ് പ്രോഡക്റ്റ് എന്നുള്ളതാണ് നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ടത്. സോ എനി വൺ ഹൂ ഇസ് ഇൻ ടു ഓൺടർപ്രണർഷിപ്പ് ഓർ ഇസ് പാഷനറ്റ് ഓർ വാണ്ട് ടു ട്രൈ ആൻഡ് ഇസ് ഫോളോയിങ് ദിസ് ചാനൽ, മൈ സജഷൻ ഇസ് ടു ഡെഫിനറ്റ്ലി ഗോ ഫോർ എ ട്രൈ ഹാർഡർ. ഇഫ് ഇറ്റ്സ് നോട്ട് വർക്കിംഗ്, try plan B. Eventually you will succeed. നമ്മളോട് ഇത്രയും നേരം എങ്ങനെ ഒരു ഓൺടർപ്രണർ ആവണം, നമ്മുടെ ഐഡിയ എങ്ങനെ ഇംപ്ലിമെൻ്റ് ചെയ്ത് ഇൻ്റർനാഷണൽ ബിസിനസ് ചെയ്യാമെന്ന് വ്യക്തമാക്കി കഴിഞ്ഞു മരിയ കുര്യാക്കോസ്. അപ്പോൾ ഇനിയും ഒത്തിരി വിജയങ്ങൾ കൈവരിക്കാനായിട്ട് ആകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് താങ്ക് യു വെരി മച്ച്. താങ്ക് യു.